ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഈ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ജനപിന്തുണയോടെ അധികാരത്തിലെത്തുന്ന ഈ പ്രതിനിധികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ സേവന മനസ്ഥിതിയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകും. കാരണം ഈ പ്രതിഫലം ഒരു ഉയർന്ന ശമ്പളം എന്നതിലുപരി ഓണറേറിയം എന്ന നിലയിലാണ് നൽകുന്നത്. ഇത് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ പ്രതിഫലമാണ് ഓണറേറിയം. ഇതൊരു സാധാരണ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഴുവൻ സമയ സാമൂഹിക പ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്കും മറ്റും ഒരു താങ്ങായി നിലകൊള്ളുക എന്നതാണ് ഈ തുകയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം ഏറ്റവും ഒടുവിലായി പരിഷ്കരിച്ചത് 2016-ലാണ്. ഇതിനുശേഷം 2021 എല്ലാ ജനപ്രതിനിധികളുടെയും ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും 2016-ലെ അടിസ്ഥാന നിരക്കുകളാണ് ഇപ്പോഴും പ്രധാനമായി പരിഗണിക്കുന്നത്. ഓണറേറിയത്തിന്റെ നിരക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ തലങ്ങൾക്കനുസരിച്ചും വഹിക്കുന്ന പദവികൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു.